മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനമില്ല, തെറ്റാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെ സംരക്ഷിക്കണമെന്നാണ്, അല്ലേ? സ്ത്രീകളെ സംരക്ഷിക്കണം. അബലകളായ ആളുകളെ, വിധവകളെ, പണമില്ലാത്തവരെ സംരക്ഷിക്കണം. സ്ത്രീധനം നിഷിദ്ധമാണ് എന്ന ഏറ്റവും വിപ്ലവകരമായ തീരുമാനം ആദ്യം പറഞ്ഞത് ആരാ പറഞ്ഞത്? പ്രവാചകനാണ് പറഞ്ഞത്, മഹറാണ് പറഞ്ഞത്, അല്ലേ? സ്ത്രീയെ അങ്ങോട്ട് പണം കൊടുക്കണമെന്നാണ് പറഞ്ഞത്, ഇങ്ങോട്ട് സ്വീകരിക്കാൻ മഹർ കൊടുക്കണമെന്നാണ്. ഏറ്റവും നല്ല സുവർണകാലം ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഖലീഫയുടെ കാലമാണ്, ഉമർ ഖലീഫയുടെ കാലം. അബൂബക്കർ ഖലീഫ കഴിഞ്ഞ് ഉമർ ഖലീഫ വന്നപ്പോഴുള്ള കാലമാണ്. അപ്പോൾ ഒരു തീരുമാനം വന്നു. എന്താ തീരുമാനം? ഖലീഫയുടെ തീരുമാനം മഹർ കുറയ്ക്കാൻ വേണ്ടി തീരുമാനം, അല്ലേ? മഹർ കുറയ്ക്കാൻ വേണ്ടി തീരുമാനമുണ്ട്. അപ്പോ അവിടുത്തെ ഖലീഫയുടെ സദസ്സിൽ ഒരു സ്ത്രീ എഴുന്നേറ്റിരുന്നതിനെ ചോദ്യം ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഖലീഫയുടെ സദസ്സിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നതാണ്. സ്ത്രീക്ക് പ്രാധാന്യം എന്നിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു, വന്നിരിക്കാൻ മാത്രമല്ല ചോദ്യം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു, പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത് മഹർ. ഖലീഫ അത് അധികാരമില്ല, ഖലീഫയ്ക്ക് അധികാരമില്ല അത് കുറയ്ക്കാൻ. പ്രവാചകന്റെ ജീവിത നിഷ്ഠകളിൽ, ജീവിതചര്യകളിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീക്ക് അന്തസ്സുണ്ടാകാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ വിൽപ്പന തിരക്കാക്കാനല്ല, സ്ത്രീക്ക് സമൂഹത്തിൽ അന്തസ്സുണ്ടാക്കാനാണ് മഹർ കൊടുക്കണമെന്ന് പറഞ്ഞത്. കുറെ പുരുഷ കേസരികൾ ഖലീഫയുടെ സദസ്സിൽ ഈ സ്ത്രീയെ ചോദ്യം ചെയ്തു. നിങ്ങൾക്കറിയാലോ, ഖലീഫ ഉമർ നീതിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവര് പറഞ്ഞതാണ് ശരിയെന്ന്. അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അത്രമാത്രം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന, അവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന, അവർക്ക് അംഗീകാരമുണ്ടായിരുന്ന, അവരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണണം എന്ന് പറഞ്ഞതാണ്.